ഫൈനലി സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് എങ്ങനെ കത്തിപ്പോയെന്നൊരു പിടിയില്ലല്ലേ. ഹലോ, അപ്പോൾ നമ്മൾ മോജോ റിവൈവിങ് മോജോയുടെ ഫൈനൽ എപ്പിസോഡ് എത്തിയെന്ന് തോന്നുന്നു. കാരണം ഇനി ഇതും കൂടെ പരീക്ഷിക്കാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ സാധനവും വണ്ടിയിൽ മാറ്റി. സോ ഇനി നമുക്ക് ഇപ്പോൾ പാർട്ട് മേടിച്ചിട്ടുണ്ട്. അത് മെക്കാനിക്കിൻ്റെ കൊടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ചാർജ് തിരിച്ച് കയറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാനിപ്പം 2 പാർട്ട് മേടിച്ചു. അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വീട്ടിൽ ലാസ്റ്റ് കൊടുത്തേക്കാം. ഞാൻ എത്ര രൂപ കൊടുത്തു, എവിടെ നിന്ന് എടുത്തു, കൊറിയർ ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തായിരുന്നു. സോ അതാണ് ഈ വീഡിയോയിൽ വരുന്നത്. ഇത് മിക്കവാറും ലാസ്റ്റ് എപ്പിസോഡായിരിക്കണം ഇതിൻ്റെ. കാരണം ഇനി ഇതിൽ ചെയ്യാനായിട്ടൊന്നുമില്ല. ഇനിയിപ്പം അതിൻ്റെ ഈ ബാറ്ററി സംബന്ധമായ ഇഷ്യൂവിൻ്റെ ഉള്ള എല്ലാ സാധനവും നമ്മളിപ്പോൾ മാറ്റി. ഒന്ന് ബാറ്ററി നമ്മൾ റീസെൻ്റ്ലി ഒരു 4 months മുന്നേ മാറ്റി. അതിനുശേഷം 6 യൂണിറ്റ് മാറ്റി. അത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ 6 യൂണിറ്റ് മാറി. ഇപ്പോൾ ദാ സ്റ്റാർട്ടർ കോയിലാണ്. ഈ ആ ഒരു ലൈക്ക് ബാറ്ററി സംബന്ധമായ ഇഷ്യൂവിൽ ഇനി മാറ്റാനായിട്ട് വേറെ ഒന്നുമില്ല. അപ്പം അത് കത്തിപ്പോയതാണ്. എന്നോട് മെക്കാനിക്ക് റീസെൻ്റ്ലി വിളിച്ച് പറഞ്ഞു. അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ടർ കോയിലിൻ്റെ ഒരു 3 കോയിൽസ് കത്തിപ്പോയി. അത് ഓവർ കറണ്ട് കയറിയതും പിന്നെ കാലപ്പഴക്കം ഹീറ്റാകുമ്പം എന്തായാലും അത് കത്തിപ്പോയേണ്ടതാണ്. അങ്ങനെ അത് പോയതാണ്. ഇനിയിപ്പം പുതിയത് മേടിച്ചിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഇച്ചിരി ചാർജ് കയറുന്നുണ്ടല്ലേ നോക്കാം. അപ്പം നമ്മൾ ഒരു സാധനം മേടിച്ച് STD ആണ് മേടിച്ചത്. നമുക്കിത് സ്യൂട്ടാവും. സോ ഇത് മേടിച്ചിട്ട് നമ്മളെ ബൈക്കിൽ സെറ്റ് ചെയ്യാൻ നോക്കാം. സോ ഇതാണ് പാർട്ട്. ഇതാണ് എൻ്റെ സ്റ്റാർട്ടർ കോയിലും പിന്നെ എൻ്റെ മാഗ്നറ്റിക് കേസിങ്ങും. ഇത് ഇനി വെച്ചിട്ട് നോക്കാം. കണക്ഷൻ ഉണ്ടല്ലേ. ഇത് എങ്ങനെ കത്തിപ്പോയെന്നൊരു പിടിയില്ലല്ലേ. കോയിൽ കത്തിപ്പോയതുകൊണ്ടാണ് നമുക്ക് ചാർജ് കൂടുതലും തിരിച്ചു കയറാത്തത്. സോ ഇതാണ് നമ്മളിപ്പം STD ഒന്ന് മേടിച്ചത്. ഇത് മാറ്റി വെച്ച് നോക്കാം. മതി. സെയിം അല്ലേ. ഏതോ ഒരു വയർ എക്സ്ട്രാ എന്തോ ഉണ്ടാവും തോന്നണം. മറ്റേ ഇതിൻ്റെ എന്തോ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ടോട്ടലെടുക്കണം. 13.4 ഉണ്ട്. വണ്ടി തിരിച്ച് ചാർജ് കയറുന്നുണ്ട്. നമ്മുടെ സ്റ്റാർട്ടർ കോയിൽ മാറ്റി 6 യൂണിറ്റ് മാറ്റി. ഇപ്പം തിരിച്ച് വണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം 13 ചാർജ് കയറുന്നുണ്ട്. അപ്പം അത് മതിയാവും. അപ്പം ഫൈനലി ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ഓട്ടിക്കുമ്പം പക്കയാവും. എന്തായാലും ബാക്കി തിരിച്ച് ഇതെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് എല്ലാം കാണിച്ചു തരാം. അപ്പം പാർട്സ് മാറിയത് 6 യൂണിറ്റ് മാറി. പിന്നെ നമ്മുടെ സ്റ്റാർട്ടർ കോയിൽ 6 യൂണിറ്റിന് എനിക്ക് അറൗണ്ട് 2650 റുപ്പീസായി. അത് നമ്മുടെ ഷോറൂമിൽ തന്നെ എടുത്തത്. അവിടെ നിന്ന് കൊറിയർ ചെയ്തു. സാധനം വന്നു, ഫിറ്റ് ചെയ്തു. കറക്റ്റായില്ല. മീൻസ് അതുകൊണ്ടല്ല, സ്റ്റാർട്ടർ കോയിൽ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് റെഡി ആവാത്തത്. പിന്നെ സ്റ്റാർട്ടർ കോയിൽ ഒപ്പിക്കാൻ കുറച്ച് പാട് കിട്ടും. കാരണം ഷോറൂമിൽ മോജോയുടെ സ്റ്റോക്കില്ല. പിന്നെ കരമനയിലുള്ള നമ്മുടെ ജാവയുടെ ഷോറൂമിൽ
അവരിപ്പം വിളിച്ചിട്ട് എടുക്കുന്നില്ല, മിക്കവാറും അവർ പൂട്ടിയെന്നാണ് തോന്നുന്നത്, അറിയത്തില്ല കറക്റ്റായിട്ട്. പിന്നെ കഴക്കൂട്ടം സാജിൽ ചോദിച്ചപ്പം അവർ ജാവയുടെ വണ്ടികൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ, സോ മോജോയ്ക്ക് തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമുക്ക് പരിചയമുള്ള നമ്മുടെ അടൂരുള്ള ഷോറൂമിലെ ചേട്ടൻ തന്നെ നമുക്കൊരു പുള്ളിയുടെ കോൺടാക്റ്റ് തന്നു. ആ കോൺടാക്റ്റിൽ നിന്ന് അവരെ വിളിച്ചപ്പം പുള്ളിയുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. സോ പുള്ളിയുടെ നിന്ന് നമ്മുടെ സ്റ്റാർട്ടർ കോയിലും പിന്നെ സൈഡിലുള്ള ഒരു ഗ്യാസ്കറ്റും ഉണ്ട്. ആ ഗ്യാസ്കറ്റും കൂടെ മേടിച്ചപ്പം 4800 സംതിങ് ആയി, പ്ലസ് 100 രൂപ കൊറിയർ ചാർജ്. സോ സാധനം വന്നു, നമ്മുടെ ജിജു ബ്രോയിൻ്റെ കൊടുത്തു, പുള്ളി ഫിറ്റ് ചെയ്ത് തന്നു. ഇപ്പോൾ ചെക്ക് ചെയ്തപ്പം വണ്ടിയിൽ ചാർജ് കയറുന്നുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. എഞ്ചിൻ ഓയിൽ ടോപ്പപ്പ് ചെയ്യേണ്ടി വന്നു, കാരണം എഞ്ചിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട് കേസിങ് ഒരു എഞ്ചിൻ ഓയിൽ കുറേ പോയി. സോ ഇപ്പോൾ തിരിച്ച് എഞ്ചിൻ ഓയിൽ കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ബാക്കിയുള്ളത് അത് ഒഴിച്ച് ടോപ്പപ്പ് ചെയ്തു. ബട്ട് കുറച്ചുകൂടെ വേണം, അത് ഇനി മേടിക്കുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ടോപ്പപ്പ് ചെയ്യാം. സോ ഇതാണ് ഇതുവരെയുള്ള കോസ്റ്റ്. ഇനി ജിജു ബ്രോയിന് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ട് ഞാൻ പുള്ളിയുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തേക്കാം. അങ്ങനെ ഫൈനലി വണ്ടി റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ഓട്ടിക്കാം. ഇനി വണ്ടി കുറച്ചൊന്ന് ഓട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. ആൻഡ് വി ഫൈനലി റീച്ച്ഡ്. അപ്പം ബൈക്കിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് ബാക്കി പെൻഡിങ് ആയിട്ട് കുറച്ച് എൻജിൻ ഓയിലും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിക്കണമായിരുന്നു. കാരണം ഈ സ്റ്റേറ്റർ കോയിൽ ഊരിയ സമയത്ത് കുറച്ച് ഓയിൽ പുറത്തോട്ട് പോയായിരുന്നു. സോ അത് ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ എൻജിൻ ഓയിൽ ഓൾറെഡി ഉള്ളത് കൊടുത്തു, പക്ഷേ അത് അറൗണ്ട് 400 ml എന്തേ ഉണ്ടായിരുന്നുള്ളൂ. സോ കുറച്ചുകൂടെ വേണമായിരുന്നു. സോ പുതിയൊരു പാക്ക് മേടിച്ചു, അത് മേടിച്ചിട്ട് അത് ടോപ്പപ്പ് ചെയ്തു. ഇപ്പം പക്കായിട്ടുണ്ട്. സോ അതാണ് റിവൈവിങ് മോജോ പാർട്ട് 2. സോ ഇതുവരെ ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബൈക്കിനിപ്പം വേറെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഓടുന്നുണ്ട്. സോ ഇനി ഒരു വള്ളിയും വരാതിരിക്കട്ടെ, നോക്കാം. സോ ഇനി നമുക്ക് കുറച്ച് റൈഡിങ് വീഡിയോസൊക്കെ ആയിട്ട് ഒരു വ്ളോഗ്, ലൈക്ക് ഒരു ട്രാവൽ വ്ളോഗ് പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. സോ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉടനെ അതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരാം. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വണ്ടിപ്രാന്തന്മാർക്കായിട്ടുള്ള ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ ബൈ. പഠിച്ചോനെ അല്ലാ.